വളരെ ഹൃദയഭേദകമായ ഒരു വാർത്ത കേട്ട് 2 ദിവസം മുമ്പ് കേരളം വിതുമ്പുകയുണ്ടായി. മൂവാറ്റുപുഴ ആറിലേക്ക് ഒരാൾ തൻ്റെ ഭാര്യയെയും 2 മക്കളെയും കൊണ്ട് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു ആ വാർത്ത. പാലക്കാട് സ്വദേശിയാണത്രേ ശ്രീ നാരായണൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജി കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണ്. അവരുടെ 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 2 വയസ്സുള്ള ആൺകുട്ടിയും ഇവർ 4 പേരും ചേർന്നാണ് മൂവാറ്റുപുഴയാറിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യം തന്നെ കാരണം. വാടക വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചെന്നോ പകരം പോലീസുകാരോ മറ്റോ ഇടപെട്ട് അവർക്ക് മറ്റൊരു താമസ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇദ്ദേഹം കുടുംബത്തോടെ ജീവനൊടുക്കാൻ തീരുമാനമെടുത്തത് എന്ന് കേൾക്കുന്നു. അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന് കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ച കേരള സംസ്ഥാനം ഒരു കൊച്ചു കുഞ്ഞിന്, ഇപ്പോൾ പിറന്ന കുട്ടിക്ക് 10 കോടിയോ 8 കോടിയോ വേണമെന്ന് വെച്ചാൽ 2-3 ദിവസത്തിനുള്ളിൽ സമാഹരിച്ചു കൊടുത്ത് ആ കുട്ടിയെ ചികിത്സിക്കാൻ കഴിയുന്ന ഈ കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അന്യരാജ്യത്ത് ജയിലിൽ കഴിയുന്ന വ്യക്തിയെ മോചിപ്പിക്കാൻ 34 കോടി രൂപ ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിച്ച ഈ സംസ്ഥാനത്ത് 2 കൊച്ചു കുഞ്ഞുങ്ങളുമായി ഒരു മനുഷ്യൻ തൻ്റെ അന്ധയായ ഭാര്യയുമായി നിസ്സഹായനായി താമസിക്കാൻ ഒരു ഇടമില്ലാതെ ആത്മഹത്യയിൽ അഭയം തേടി എന്ന് കേൾക്കുന്നത് വലിയ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ മറ്റനേകം സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഒരുപാട് ദീനാനുകമ്പ, സഹാനുഭൂതി കാണിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. എന്നിട്ട് ആ നാട്ടിലാണ് നമ്മുടെ കൺമുമ്പിലൂടെ ഒരു മനുഷ്യൻ തൻ്റെ കണ്ണു കാണാത്ത ഭാര്യയെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയുമായി ആത്മഹത്യക്ക് വേണ്ടി നടന്നു നീങ്ങിയത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം പോയ മാർഗങ്ങളും മറ്റു രീതികളും പോലീസിനും മറ്റുള്ളവർക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായത്. ഏതായാലും നമ്മുടെ കൺമുമ്പിലൂടെയാണ് അദ്ദേഹം ആ കുഞ്ഞുങ്ങളുമായി നടന്നുപോയത് മരണത്തിലേക്ക്. നമ്മൾ ഓരോരുത്തരും വലിയ തോതിൽ സഹാനുഭൂതിയുള്ളവരും സഹായ മനസ്കതയുള്ളവരുമാണെങ്കിൽ പോലും ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം വ്യക്തികളെ കണ്ടെത്തി അവർക്ക് സമയാനുസൃതമായി സഹായം എത്തിക്കാൻ നമുക്ക് പോരായ്മകളുണ്ട്. അത് നമ്മുടെ മാനസികാവസ്ഥയല്ല, അത് നമ്മുടെ സംവിധാനങ്ങളുടെ പോരായ്മയാണ്. ഇത്തരം അതികഠിനമായ ദാരിദ്ര്യമോ ക്ലേശമോ ജീവിതം ഒരു നിമിഷം പോലും മുന്നോട്ട് നീക്കാനാവില്ല എന്നുള്ള വിഷമമോ നേരിടുന്ന വ്യക്തികൾക്ക് ഉടനടി ഇമ്മീഡിയറ്റ് സഹായം എത്തിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടായേ തീരൂ. നമ്മുടെ നന്മ മരങ്ങളെ സമീപിച്ച് അവർ ക്രൗഡ് ഫണ്ടിങ് നടത്താനോ അതേപോലെ മറ്റ് NGOകളെ മറ്റാരെങ്കിലും സമീപിച്ച് അവരുടെ സഹായങ്ങൾ എത്തിക്കാനോ ലോകമെമ്പാടും പിരിവ് നടത്തി സഹായങ്ങൾ വാങ്ങാനോ അതല്ല നമ്മുടെ യൂസഫ് അലിമാരെ പോലെ ആളുകളെ നേരിട്ട് സന്ദർശിച്ച് സഹായം അഭ്യർത്ഥിക്കാനോ എല്ലാവർക്കും എല്ലാ സമയത്തും കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലുള്ള സാധാരണ ഒരു മനുഷ്യന് ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ സമീപിക്കാവുന്ന ഏറ്റവും അവൈലബിലിറ്റിയുള്ള ആക്സസിബിലിറ്റിയുള്ള ഒരു സംവിധാനം ഓരോ ഗ്രാമങ്ങൾ തോറും ഓരോ പട്ടണങ്ങൾ തോറും നമുക്ക് കേരളീയർക്ക് മാതൃകാപരമായി ഉണ്ടാക്കാനാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സഹാനുഭൂതിയുള്ള, ഇത്രയും സന്മനസ്സുള്ള, ഇത്രയും സഹായ മനസ്കതയുള്ള ഒരു മനുഷ്യ സമൂഹം അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്ര നിർദ്ദയമായി ഒരാൾ അവഗണിക്കപ്പെട്ടു എന്ന് വരുന്നത് നമുക്ക് ലജ്ജയുടെ പ്രശ്നമല്ല, ഇത് ഹ്യൂമാനിറ്റിയുടെ പ്രശ്നവുമല്ല, ഇത് നമ്മുടെ ചില സംവിധാനങ്ങളുടെ പോരായ്മയാണെന്ന് വേണം കാണാൻ. ലക്ഷക്കണക്കിന് രൂപ വർഷം തോറും തീർത്ഥാടനത്തിന് ഇവിടുത്തെ മുസ്ലിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അവരുടെ കടവോ ബാധ്യതകളോ ഇല്ലാത്ത സമ്പത്താണ് ചെലവഴിക്കുന്നത്. അവർ അതിൽ നിന്ന് ഒരു വിഹിതം, ആ കാര്യങ്ങൾ മുടക്കാതെ തന്നെ മാന്യമായ ഒരു വിഹിതം, ലക്ഷങ്ങൾ തന്നെ, കോടികൾ തന്നെ സഹജീവികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സന്മനസ്സുള്ളവരുമാണ് ആ കൂട്ടർ. അതുപോലെ തന്നെയാണ് കോടാനുകോടിയുടെ ആസ്തിയുള്ള നമ്മുടെ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ, അവിടുത്തെ 4000-5000 കോടി പ്രതിമാസം വരുമാനമുള്ള അത്തരം ആരാധനാലയങ്ങൾ. അതുപോലെയാണ് നമ്മുടെ NGOകൾ, നിമിഷ നേരം കൊണ്ട് കോടികൾ സമാഹരിക്കാൻ പ്രാപ്തിയുള്ളവർ. ഇതെല്ലാം ഇവിടെ ഉണ്ട്, സജീവമായി ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ഒരു ട്രസ്റ്റ് സ്ഥാപിക്കപ്പെടണം. എന്ന് വെച്ചാൽ ക്ഷേത്ര ഭാരവാഹികൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവരുടെ ക്ഷേത്ര സ്വത്തിൽ നിന്ന് എടുത്തു കൊടുക്കാനാവില്ല അവർക്ക്. അതേസമയം അതേപോലെ തന്നെയാണ് ഹജ്ജിന് പോകുന്നയാൾ ആ കാശ് അങ്ങനെ അതേപടി മറ്റൊരാൾക്ക് കൊടുക്കാൻ
വേണമെങ്കിൽ കൊടുക്കാമെങ്കിലും അത് അത്ര പ്രായോഗികമായി തോന്നുന്നില്ല. ഇതുപോലെ തന്നെ ഓരോ NGOകളും വെറുതെ ആളുകൾക്ക് വേണ്ടി പിരിക്കാൻ കഴിയില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന പേരിൽ പിരിക്കാനാവില്ല. ഒരു അപകടമോ ഒരു പ്രതിസന്ധിയോ നേടുമ്പോൾ മാത്രമേ അവർക്ക് പിരിവിന് വേണ്ടി അന്യരെ സമീപിക്കാനാവുകയുള്ളൂ. ഇതൊന്നും കാത്തു നിൽക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ശ്രീ നാരായണനും ഭാര്യയും കുഞ്ഞുങ്ങളും മരണത്തിന് കീഴടങ്ങിയത്. ഇതുപോലെ അനേകം നാരായണന്മാർ, ദരിദ്ര നാരായണന്മാർ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാവും, നമ്മുടെ സമീപത്ത് പോലും ഉണ്ടാവും. പക്ഷെ അവരാരും കൈനീട്ടി നമ്മളെ സമീപിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ അവരുടെ വിഷമങ്ങൾ തിരിച്ചറിഞ്ഞ്, അഥവാ തിരിച്ചറിയാൻ തന്നെ മെനക്കെടേണ്ടതില്ല, അവർക്ക് ഇരു ചെവി അറിയാതെ ഒരു സഹായത്തിന് എത്താവുന്ന ഒരു കേന്ദ്രം, ബാങ്കുകളിൽ എത്താൻ അതിന്റെ നിബന്ധനകൾ നമുക്കറിയാം. സ്വർണ്ണ പണയത്തിന്മേൽ പണം കൊടുക്കുന്നവന് സ്വർണ്ണ പണ്ടങ്ങൾ വേണം പണയം വെക്കണമെങ്കിൽ. മറ്റോരോവിധ സഹായങ്ങൾക്കും ആ ആളുകളുടെ ഇൻഡിവിജ്വലിന്റെ വിശ്വാസ്യതയോ ബന്ധമോ വേണം. ഇതൊന്നുമില്ലാത്ത ഗതികേട്ട ഒരു മനുഷ്യന് ഏറ്റവും അടുത്ത് സമീപിക്കാവുന്ന ഒരു ട്രസ്റ്റ് ഒരു ഗ്രാമത്തിൽ, ഓരോ ഗ്രാമത്തിലും ഓരോ പട്ടണത്തിലും ഉണ്ടാകണം. അതിന്റെ മൂലധന സമാഹരണം നമുക്ക് നേരത്തെ സൂചിപ്പിച്ച ഭക്തന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ കൊണ്ടുവരാം, മറ്റു പൊതുജനങ്ങളുടേതുമാകാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ട്രസ്റ്റിന് അതിനൊരു ഭാരവാഹികളെ എല്ലാ മതത്തിൽ നിന്നും എല്ലാ രാഷ്ട്രീയക്കാരിൽ നിന്നും ഓരോരുത്തർ വീതം തിരഞ്ഞെടുക്കപ്പെട്ട് നമുക്ക് നിശ്ചയിക്കാം. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലും അത്യാഹിതങ്ങളെ നേരിടാനുള്ള ഒരു ഫണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റും NGOകൾക്കോ സ്വകാര്യ വ്യക്തികൾക്കോ സന്മനസ്സുള്ളവർക്കോ ഒരു പ്രസക്തിയുമില്ല. അവിടെ സർക്കാരുകളാണ് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അവരുടെ ജനസംഖ്യയും അവരുടെ ഒതുങ്ങിയ രീതിയിലുള്ള ചിട്ടകളും സാമൂഹ്യ ക്രമങ്ങളും അവർക്ക് അതിന് സഹായിക്കും. പക്ഷെ ഇന്ത്യയെ പോലെ രാജ്യത്ത്, ഇത്ര ജനസാന്ദ്രതയുള്ള രാജ്യത്ത് അതൊന്നും ഗവൺമെന്റിനെ കൊണ്ട് തന്നെ നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. സ്വകാര്യ വ്യക്തികൾക്ക് എത്ര പേർക്ക് യൂസഫ് അലി ആകാൻ കഴിയും? അതിനും പരിമിതികളുണ്ട്. ഈ അവസ്ഥയിലാണ് നമ്മൾ പൊതുവായ നമ്മുടെ സമ്പത്തില്ലാത്ത ഒരു കുറവും നമുക്കില്ല. നമ്മുടെ വിശ്വാസി സമൂഹങ്ങൾക്ക് കോടാനുകോടിയുടെ സമ്പത്ത് അടിഞ്ഞു കിടപ്പുണ്ട് അവരുടെ കയ്യിൽ. അതിൽ നിന്നൊരു വിഹിതം മാനമായി ഇത്തരം ട്രസ്റ്റുകളിലേക്ക് നീക്കി വെക്കണം. ആ ട്രസ്റ്റുകൾക്കൊരു ഭരണസമിതിയെ ഉണ്ടാക്കണം. ആ വിശ്വാസി വിഭാഗങ്ങളുടെ പ്രതിനിധികൾ, രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികൾ അതിലുണ്ടാവണം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചില NGOകൾ ചില രാഷ്ട്രീയക്കാരുടെ കീഴിലായിരിക്കും. ആ രാഷ്ട്രീയവുമായി പിടിപാടില്ലാത്തവർക്ക് അത് സമീപിക്കുക എളുപ്പമല്ല. അതുപോലെ തന്നെയാണ് ചില തരം വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസി സങ്കേതങ്ങളുടെ സമീപിക്കാനാവുകയുള്ളൂ. അതുപോലെ ഓരോ വലിയ ധനാഠ്യന്മാരെ സമീപിക്കണമെങ്കിലും കടമ്പകൾ ഏറെയാണ്. ഈ അവസ്ഥയിൽ വേണം ഏതൊരു സാധാരണക്കാരനും ഏതൊരു വലഞ്ഞവനും ബുദ്ധിമുട്ടുന്നവനും ഗതികെട്ടവനും ഇരുചെവിയറിയാതെ സമീപിക്കാവുന്ന ഒരു ട്രസ്റ്റ്. അത് എമർജൻസിക്ക് വേണ്ടി ചുറ്റുപാടുള്ളവർക്ക് പോലും ഉപയോഗപ്പെടുത്താം. വായ്പാ രീതിയിൽ, പലിശരഹിത വായ്പാ രീതിയിൽ അതിൽ നിന്ന് വായ്പ എടുക്കുകയും തിരിച്ചതിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യാം. കൂടുതൽ സംഭാവനകൾ, എല്ലാറ്റിനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നാട്ടിലെ ജനങ്ങളുടെ സംഭാവനകൾ, ഉദാരമായ സംഭാവനകൾ ഇതിലേക്ക് വേണ്ടി സ്വീകരിക്കാവുന്നതാണ്. അതിന്റെ കണക്കും കാര്യങ്ങളും സുതാര്യമായി കൈകാര്യം ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു നാരായണന്മാരും ഇനി നാളെ തൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയും കൂട്ടി ആത്മഹത്യാൻ ഇടവരാത്ത വിധം ഏത് പാവപ്പെട്ടവനും ഏത് സമയത്തും സമീപിക്കാവുന്ന തരത്തിൽ ഓരോ ഗ്രാമങ്ങൾ തോറും ഗവൺമെന്റ് അതോറിറ്റിയോടെ തന്നെ, രജിസ്ട്രേഷനോടെ തന്നെ ഇങ്ങനെ ഒരു പൊതു ഫണ്ട് സ്വരൂപിച്ച് അതൊരു ട്രസ്റ്റായി ഓരോ നഗരങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളത് ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരിതാണ്. നമ്മളെപ്പോലെ സഹൃദയരും ഹൃദയവിശാലതയുള്ളവരും സന്മനസ്സുള്ളവരും സഹായ മനസ്കതയുള്ളവരുമായ ആളുകളുടെ നാട്ടിൽ ഇങ്ങനൊരു അത്യാഹിതം ഇനിമേൽ നടന്നുകൂടാ. നമ്മുടെ ചില ക്രമക്കേടുകൾ, സംവിധാനങ്ങളുടെ പോരായ്മകളാണ് ഇതിന് വഴിവെച്ചത്. നമ്മുടെ മനസ്സ് ശുദ്ധമല്ലാത്തത് കൊണ്ടോ നമ്മൾ സഹായ മനസ്കത ഇല്ലാത്തത് കൊണ്ടോ അല്ല ഇദ്ദേഹം മരിക്കേണ്ടി വന്നത്. മറിച്ച് അതിന് അനുയോജ്യമായ ഒരു സംവിധാനത്തിന്റെ അഭാവത്തിലാണ് അയാൾക്ക് സമീപിക്കാൻ ആരുമില്ലാതെ അന്തം വിട്ട് ആത്മഹത്യയെ അഭയം പ്രാപിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇതിന് സാമ്പത്തിക വൈദഗ്ധ്യമുള്ളവരോ മറ്റ് ഇത്തരം കാര്യങ്ങളിൽ വലിയ പ്രാഗൽഭ്യമുള്ള ആളുകൾ മുന്നോട്ട് വന്ന് ഓരോ ഗ്രാമങ്ങൾ തോറും സംഭാവന പിരിച്ച് നടത്തുന്ന ഒരു ട്രസ്റ്റ്, ആർക്കും ഏത് സമയത്തും സമീപിച്ച് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ട്രസ്റ്റ്, സ്വകാര്യ വ്യക്തികളുടെ മുമ്പിൽ തങ്ങളുടെ മാനം പോയി കൈനീട്ടാൻ ഇടവരാതെ അശരണർക്കും അഗതികൾക്കും അത്യാഹിതങ്ങളിൽപ്പെട്ടവർക്കും എമർജൻസിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ട്രസ്റ്റ്
നമുക്ക് എല്ലാവർക്കും കൂടി ആരുടെയെങ്കിലും കുത്തക വേണ്ട, ആരുടെയും ഔദാര്യം മാത്രവും വേണ്ട, എല്ലാവരുടെയും കൂട്ടായ്മയായി എല്ലാവർക്കും തുല്യ പങ്കാളിത്തമുള്ള ഒരു തരത്തിൽ ഒരു ട്രസ്റ്റ് നമ്മുടെ ഗ്രാമത്തിൽ ആദ്യം സ്ഥാപിക്കാം. അത് കഴിഞ്ഞ് ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളിലും വീണ്ടും അത് ഒരു കേരള മോഡൽ അല്ലെങ്കിൽ കേരള മാതൃക എന്ന നിലക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും ആവശ്യമുള്ളവർ വ്യാപിപ്പിച്ചു കൊള്ളട്ടെ. അത് ഇതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഈ മരണത്തോടനുബന്ധിച്ചുണ്ടായ മാനസിക ക്ലേശത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചിന്തയാണ് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത്. കാരണം നാളെയെങ്കിലും ഇങ്ങനെ ഒരു നാരായണന് മരിക്കാനിടവരുത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക്. നാരായണൻ മാത്രമല്ല മരിക്കുക, എല്ലാവർക്കും ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ ജീവിതം തന്നെ ഒരു അനിശ്ചിതത്വമാണ് എന്നിരിക്കെ ഏതൊരാൾക്കും ഏത് സമയത്തും വന്നുപെടാവുന്ന വൈഷമ്യങ്ങൾ മാത്രമാണ് സാമ്പത്തിക വിഷമതകൾ എന്നുള്ളത്. അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ വ്യക്തിപരമായ ഓരോ ഇൻഡിവിജ്വലിന്റെ മുമ്പിലും ഇത് അവതരിപ്പിച്ച് സഹായം തേടുന്നതിന് പകരം നമുക്ക് നേരിട്ട് ചെന്ന് എടുത്ത് ഉപയോഗിക്കുകയോ തിരിച്ചു വേണമെങ്കിൽ അതിലേക്ക് തന്നെ തിരിച്ചു വെക്കാനോ കഴിയുന്ന തരത്തിലുള്ള ഒരു ട്രസ്റ്റിന്റെ രൂപീകരണം ഉടനടി ഉണ്ടാകാൻ വേണ്ടി സഹൃദയരായ നല്ല മനുഷ്യർ, ഇതിന് പ്രാപ്തിയുള്ളവർ മുന്നോട്ട് വന്ന് അത് ഉണ്ടാക്കണം. ഗവൺമെന്റ് ഒത്താശയോടുകൂടി പ്രാദേശിക ഭരണകൂടങ്ങളുടെയോ മറ്റോ സഹായങ്ങളും ഇതിന് തേടാവുന്നതാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ആരെങ്കിലും മുന്നോട്ട് വരണം എന്ന അഭ്യർത്ഥനയോടെ നിർത്തട്ടെ.